നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശത്രു രാജ്യങ്ങൾക്ക് വാർണിംഗ് ലഭിക്കുന്ന പോലെയാണ് ഓരോ തവണയും റഷ്യയും ഉത്തര കൊറിയയും തങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം സാമ്പത്തികപരമായും സൈനികപരമായും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ സൂചന തന്നെയാണ്. ഇതിന് ലഭിച്ച ഏറ്റവും മികച്ച അവസരമായിരുന്നു യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശ സമയം. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ റഷ്യയുമായുള്ള സൈനിക സഹകരണം ഉത്തര കൊറിയ ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു. യുക്രൈനെതിരായ റഷ്യയുടെ തുടർച്ചയായ യുദ്ധം ശക്തിപ്പെടുത്തുന്നതിനായി വിപുലമായ സൈനികർ, യുദ്ധോപകരണങ്ങൾ, മിസൈലുകൾ, ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഉത്തര കൊറിയ വിതരണം ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഉത്തര കൊറിയ റഷ്യയിലേക്ക് സൈനികരെയും മിസൈലുകളും റോക്കറ്റുകളും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് യുദ്ധോപകരണങ്ങളും അയച്ചതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മോസ്കോയെ പ്യോങ്യാങ് എത്രത്തോളം സഹായിച്ചു എന്ന് രാജ്യാന്തര നിരീക്ഷണ സംഘത്തിന്റെ പുതിയ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇതോടെ റഷ്യ യുക്രൈന് യുദ്ധം കൂടുതൽ ഭീകരമായ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഉത്തര കൊറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നിരീക്ഷിക്കുന്ന 11 അംഗ രാജ്യാന്തര സമിതിയായ മൾട്ടിലാറ്ററൽ സാങ്ഷൻസ് മോണിറ്ററിംഗ് ടീം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2023 സെപ്റ്റംബറിനും 2024 ഡിസംബറിനും ഇടയിൽ ഉത്തര കൊറിയ റഷ്യയ്ക്ക് 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 90 ലക്ഷം റൗണ്ടോളം വെടിക്കോപ്പുകളും കൈമാറിയിട്ടുണ്ട്. ഇത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശനത്തിന് കൂടുതൽ കരുത്ത് പകരുകയും സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 14,000 സൈനികരെയും 3 ഹെവി ആർട്ടിലറി യൂണിറ്റുകളെയും യുക്രൈനിലേക്ക് അയച്ചത് ഉൾപ്പെടെയുള്ള സൈനിക പിന്തുണ റഷ്യയ്ക്ക് കീവ്, സപ്പോറേഷ്യ പോലുള്ള നഗരങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ സഹായകമായി എന്ന് MSMT റിപ്പോർട്ട് പറയുന്നു. ഈ കൈമാറ്റങ്ങൾ UN രക്ഷാസമിതിയുടെ ഉത്തര കൊറിയയ്ക്കും റഷ്യയ്ക്കുമെതിരായ പ്രമേയങ്ങളുടെയും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സൈനിക സഹകരണത്തിന്റെ പ്രമേയങ്ങളുടെയും വ്യക്തമായ ലംഘനമാണെന്നും റിപ്പോർട്ട് അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഉത്തര കൊറിയൻ ആയുധപ്പുരയിൽ നിന്ന് അയച്ച 82 mm, 122 mm, 130 mm, 152 mm, 170 mm എന്നീ യുദ്ധോപകരണങ്ങളുടെ ഒരു ശേഖരം തന്നെ റഷ്യയിലെത്തിയിരുന്നു. റഷ്യയുടെ D-20, D-30 ഹോവിസ്റ്ററുകൾ, M-30, M-46 തോക്കുകൾ, D-74 പീരങ്കി തുടങ്ങിയ വിവിധ പീരങ്കി സംവിധാനങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2023 സെപ്റ്റംബർ മുതൽ ഇത്തരം വെടിക്കോപ്പുകളും അനുബന്ധ സാമഗ്രികളും അടങ്ങിയ 20,000-ലധികം കണ്ടെയ്നറുകൾ ഇരുകൂട്ടരും കൈമാറ്റം ചെയ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2024 മാത്രം 9 ദശലക്ഷം റൗണ്ട് പീരങ്കികളും 1-ലധികം റോക്കറ്റ് ലോഞ്ചർ വെടിയുണ്ടകളും റഷ്യൻ പതാകയുള്ള ചരക്ക് കപ്പലുകളിൽ എത്തിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. 2023 ഓഗസ്റ്റ് മുതൽ 2025 മാർച്ച് വരെയുള്ള കാലയളവിൽ 122 mm, 152 mm യുദ്ധോപകരണങ്ങളുടെ 4.2 മുതൽ 5.8 ദശലക്ഷം റൗണ്ടുകൾ വരെ ഉണ്ടായിരുന്നതായി ഓപ്പൺ സോഴ്സ് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് ഡെലിവറികളുടെ സുസ്ഥിരമായ തോതിനെ എടുത്തു കാണിക്കുന്നതാണ്. ഭാരമേറിയ ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഉത്തര കൊറിയ 3 ബ്രിഗേഡ് സെറ്റ് പീരങ്കി സംവിധാനങ്ങളാണ് റഷ്യയിലേക്ക് അയച്ചത്. അതിൽ 170 mm ലോങ് റേഞ്ച് സെൽഫ് പ്രൊപ്പൽഡ് തോക്കുകൾ, 240 mm മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ, റീലോഡ് വാഹനങ്ങൾ, 200-ലധികം സൈനിക വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അയച്ച കൂടുതൽ നൂതനമായ സംവിധാനങ്ങളിൽ ബുൾസേ 4 ടാങ്ക് വേധ മിസൈലുകളും RPG തരം ടാങ്ക് വേധ റോക്കറ്റുകളും ഉൾപ്പെടുന്നുണ്ട്. ആയുധങ്ങൾ മാത്രമല്ല, ഉത്തര കൊറിയൻ സൈനികരും സംഘർഷവേളയിൽ റഷ്യയ്ക്ക് വേണ്ടി അണിനിരന്നിട്ടുണ്ട്. അത് ഉത്തര കൊറിയ തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. MSMTയുടെ കണക്കനുസരിച്ച് 2024 അവസാനത്തോടെ 11,000-ലധികം ഉത്തര കൊറിയൻ സൈനികരെയാണ് കിഴക്കൻ റഷ്യയിലേക്ക് വിന്യസിച്ചത്. മാത്രമല്ല, എല്ലാ പ്രധാന സൈനിക തന്ത്രങ്ങളിലും റഷ്യൻ സേനയാണ് ഈ ഉത്തര കൊറിയൻ യൂണിറ്റുകൾക്ക് പരിശീലനം നൽകുന്നത്. 2025 ജനുവരി മുതൽ മാർച്ച് വരെ ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് 3,000 സൈനികരെ കൂടി അയച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. 2025 ഏപ്രിലിൽ റഷ്യയും ഉത്തര കൊറിയയും ആദ്യമായി ഈ സൈനികരുടെ സാന്നിധ്യം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കുർസ്ക് മേഖലയിലുള്ള യുക്രൈനിയൻ മുന്നേറ്റത്തെ തുടർന്ന് റഷ്യൻ പ്രദേശം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉത്തര കൊറിയൻ സൈനികർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രസ്താവിച്ചിരുന്നു. ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥരും അവരുടെ പങ്കാളിത്തത്തെപ്പറ്റി പറയുകയുണ്ടായി. വൻതോതിലുള്ള സൈനിക സഹായത്തിന് പകരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക്
അത്യാധുനിക യുദ്ധ സംവിധാനങ്ങളും പാർസിർ മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റവും നൽകിയിരിക്കാമെന്ന് റിപ്പോർട്ട് പറയുന്നു. വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, കൃത്യമായ ആയുധങ്ങൾ, ഡ്രോണുകൾ എന്നിവയെ ലക്ഷ്യമിടാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് പാൻസിർ. KBP ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ബ്യൂറോയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ കൈമാറ്റങ്ങൾ റഷ്യൻ ചരക്ക് കപ്പലുകളുടെ മറവിലാണത്രേ നടന്നത്. നാവിക, റെയിൽ, വ്യോമ മാർഗങ്ങളിലൂടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും കൈമാറ്റം നടന്നിരുന്നത്. തുടക്കത്തിൽ പ്രധാനമായും റെയിൽ മാർഗം വഴിയായിരുന്നു ആയുധ കൈമാറ്റം നടന്നിരുന്നത്. പിന്നീട് റഷ്യ പ്രധാന ഗതാഗത മാർഗമായി ഷിപ്പിംഗിലേക്ക് മാറി. മിസൈലുകൾ, മിസൈൽ വിക്ഷേപണ വാഹനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ സെൻസിറ്റീവ് വസ്തുക്കൾ പ്രധാനമായും റഷ്യൻ സൈനിക കാർഗോ വിമാനങ്ങൾ വഴിയാണ് എത്തിച്ചിരുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് റഷ്യ ഉത്തര കൊറിയയുടെ മിസൈൽ വികസന പരിപാടിക്കും പിന്തുണ നൽകിയിരുന്നു. ഇതുകൂടാതെ റഷ്യയ്ക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഉത്തര കൊറിയയ്ക്ക് ലഭിച്ചു. ഇത് UN നിശ്ചയിച്ച വാർഷിക പരിധിയിൽ കവിഞ്ഞ അളവിലാണെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. റഷ്യയ്ക്കുള്ള ഉത്തര കൊറിയയുടെ പിന്തുണ സൈനിക ഹാർഡ്വെയറിലും സൈനികരിലും മാത്രമായി ഒതുങ്ങുന്നില്ല. 2024 ഉത്തര കൊറിയ തങ്ങളുടെ തൊഴിലാളികൾക്കായി റഷ്യയിലേക്ക് 8000 ലേബർ വിസകൾ നൽകാനും തീരുമാനിച്ചിരുന്നു. 2024 ഡിസംബർ മുതൽ 2025 ഫെബ്രുവരി വരെ 481 ഉത്തര കൊറിയൻ തൊഴിലാളികൾ റഷ്യയിലേക്ക് എത്തിയതായും റിപ്പോർട്ടുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശാലമായ സാമ്പത്തിക സംയോജന ശ്രമത്തെ അടയാളപ്പെടുത്തുന്ന തരത്തിൽ ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് IT പ്രൊഫഷണലുകളും മെഡിക്കൽ സ്റ്റാഫുകളുമൊക്കെ എത്തിയിരുന്നു. റഷ്യ കഴിഞ്ഞ വർഷം ഉത്തര കൊറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നിരീക്ഷിച്ചിരുന്ന UN നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ കാലാവധി പുതുക്കുന്നത് വീറ്റോ ചെയ്തതിനെ തുടർന്നാണ് MSMT രൂപീകരിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ദക്ഷിണ കൊറിയ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ 11 അംഗ സമിതി. ഈ സമിതി നൽകിയ 30 പേജുള്ള ഈ റിപ്പോർട്ടിൽ ഹ്വാസോങ് 11A ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്ത റോക്കറ്റ് ലോഞ്ചർ വെടിക്കോപ്പുകളുടെയും ടാങ്ക് വിരുദ്ധ മിസൈലുകളുടെയും വിവരങ്ങളും റഷ്യയിലൂടെ കടത്തിക്കൊണ്ടുപോയ ഉത്തര കൊറിയൻ ആയുധ സംവിധാനങ്ങളുടെ ചിത്രങ്ങളും ഉൾപ്പെടുന്നു. റഷ്യ, ഉത്തര കൊറിയ എന്നീ പ്രബല രാജ്യങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ഈ സഹകരണം പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഭീതി ഉണർത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. സ്ഥിരമായ സൈനിക പിന്തുണയ്ക്ക് പകരമായി റഷ്യ ഉടൻ തന്നെ ഉത്തര കൊറിയയ്ക്ക് ബഹിരാകാശ ഉപഗ്രഹ സാങ്കേതിക വിദ്യ നൽകിയേക്കുമെന്ന ആശങ്കയും അവർക്കിടയിലുള്ളതായാണ് റിപ്പോർട്ട്. റഷ്യ ഉത്തര കൊറിയയുടെ തുടരുന്ന സൈനിക സഹകരണം യുക്രൈന് മാത്രമല്ല, യുക്രൈനെ സഹായിച്ച് പേരുവാങ്ങാൻ ഇറങ്ങിത്തിരിച്ച മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭീഷണിയാണ്. മോസ്കോയും പ്യോങ്യാങ്ങും തമ്മിലുള്ള വളർന്നുവരുന്ന ബന്ധത്തിൽ ചൈന മാത്രമല്ല, അമേരിക്ക പോലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. യുക്രൈൻ ഭാഗികമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന റഷ്യയിലെ കുർസ്ക് മേഖലയിലാണ് നിരവധി ഉത്തര കൊറിയൻ സൈനികരെ വിന്യസിച്ചിരിക്കുന്നത്. റഷ്യയോ ഉത്തര കൊറിയയോ ഈ അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. 2024 ജൂണിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും ഒപ്പുവെച്ച പരസ്പര പ്രതിരോധ ഉടമ്പടി പ്രകാരം റഷ്യയിലേക്ക് യുദ്ധസൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചതായി ഉത്തര കൊറിയൻ കേന്ദ്ര സൈനിക കമ്മീഷൻ സ്റ്റേറ്റ് മീഡിയ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. ശീതയുദ്ധം അവസാനിച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ പ്രതിരോധ കരാറായി കണക്കാക്കപ്പെടുന്ന ഈ ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ ഉടനടി സൈനിക സഹായം നൽകാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറായപ്പോഴൊക്കെ അതിന് സമ്മതിക്കാതെ യുക്രൈനെ വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു കനത്ത മുന്നറിയിപ്പ് കൂടി തന്നെയാണ് ഇത് എന്ന് വേണം ചിന്തിക്കാൻ. മലയാളി വാർത്ത ഇൻസൈഡ്.